മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിക്ക് പ്രതാപനും കരുണയും മുത്തശ്ശിയും ചേർന്ന് ഒരുക്കിയ ചതി അവർക്ക് തന്നെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. കരുണ റൂമിലേക്ക് പോകുമ്പോൾ തന്നെ അവൾക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം മോഹിനിക്കും മുത്തശ്ശിക്കും പ്രതാപനും ഒരുപാട് പേടി തോന്നുകയാണ്. അങ്ങനെ അവളാണെങ്കിൽ ഓടിച്ചെന്ന് ഛർദ്ദിക്കുന്നൊക്കെയുണ്ട്. എന്താ മോളെ, എന്താ പറ്റി പെട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല, എനിക്കെന്തോ നല്ലപോലെ മനം പുരട്ടലുണ്ട്, അതുപോലെ തന്നെ വയറുവേദനയുണ്ടെന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ കരയുന്നു. അങ്ങനെ മോൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്ന് കരുണയെ പിടിച്ച് ആ ബെഡിൽ അങ്ങനെ ഇരുത്തുകയാണ്. എന്നിട്ട് അവളുടെ കാല് തടവി കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരുടെയും തടവി കൊടുക്കുകയാണ്. ഈ കരുണ പറയുന്നുണ്ട്, എനിക്ക് വയറുവേദന സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന്. അതിനിപ്പോ മോളൊന്നും കഴിച്ചില്ലല്ലോ, ഇന്നലെ ആ പായസം മാത്രമല്ലേ ഒരുപാട് കുടിച്ചോളൂ. അതേ മുത്തശ്ശി, പക്ഷെ എനിക്കെന്തോ സഹിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കരുണ വീണ്ടും വീണ്ടും കരയുകയാണ്. പ്രതാപ, ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ കുറ്റപ്പെടുത്താൻ മറക്കുന്നില്ല. നീ വെച്ച ഭക്ഷണത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാ എന്റെ മോൾക്ക് ഈ അവസ്ഥ വന്നത്. അത് പിന്നെ ഇവൾക്ക് മാത്രമല്ലല്ലോ, മഹാലക്ഷ്മിക്കുണ്ടല്ലോ. മഹാലക്ഷ്മി പോലെയാണോ എന്റെ മോള്? അവളെ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. ഇവൾക്ക് എന്തെങ്കിലും പറ്റിയ ഞങ്ങൾക്കത് സഹിക്കാനാവില്ല എന്നൊക്കെ മോഹിനിയോട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. അമ്മ, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, മോൾക്ക് വേദന കൂടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വേഗം പ്രതാപൻ കാർ എടുക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം മഹിയാണെങ്കിൽ കണ്ണനോടൊപ്പം വിശ്രമിച്ചതിന് ശേഷം ഒന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ താഴത്താണെങ്കിൽ ഉണ്ണിയും ദുർഗയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഹാലക്ഷ്മിക്ക് എന്തോ ഛർദിയും മറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് പുറത്തേക്ക് കാണുന്നില്ലല്ലോ. ഇന്നിപ്പോ ഓഫീസിലേക്ക് പോകുന്നില്ല, നമ്മളാണെങ്കിൽ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാത്തിരിക്കുകയാണ്. അവളാണെങ്കിൽ താഴേക്കും വരുന്നില്ല. എന്താണ് ഉണ്ണി നടക്കുന്നത്? അറിയില്ലമ്മേ, ഞാനിപ്പോ എന്ത് പറയാനാ, കരുണ പറയുന്നതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റൂ. അവള് പറഞ്ഞു ഛർദിക്കും, ഇപ്പൊ മരിക്കുമെന്നൊക്കെ. പക്ഷെ ഇതിപ്പോ ഒന്നും നടക്കുന്ന ലക്ഷണമൊന്നുമല്ല ഇല്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹി അവിടേക്ക് വരുന്നത്. മഹി ഇങ്ങനെ പുഷ്പം പോലെ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ ദുർഗയ്ക്കും ഉണ്ണിക്കും സഹിക്കാൻ കഴിയുന്നില്ല. ദേ നോക്കടാ, അവളല്ലേ നടന്നു വരുന്നത് എന്നിങ്ങനെ ദുർഗ ഉണ്ണിയോട് പറയുമ്പോൾ, ആണല്ലോ, ഇപ്പൊ അവർക്ക് ഒരു കുഴപ്പം തോന്നുന്നില്ല, റൂമിലേക്ക് കയറിപ്പോയ ആളെ അല്ലല്ലോ, നല്ല ഉഷാറായിട്ടുണ്ടല്ലോ. അങ്ങനെ മഹി താഴേക്ക് എത്തുന്ന സമയത്ത്, എടി നിനക്കല്ലേ ഛർദിയും മനംപുരട്ടലും വയറുവേദന എന്നൊക്കെ പറഞ്ഞത്, എന്നിട്ടിപ്പോ പെട്ടെന്നെല്ലാം മാഞ്ഞോ? നിനക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പോണ്ടേ, വെറുതെ എല്ലാം അഭിനയാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അല്ലമ്മേ, എനിക്ക് നന്നായി തന്നെ വയറ് ഉരുണ്ട് കയറുന്നുണ്ട്, എന്തോ വല്ലാത്ത അസ്വസ്ഥതയുണ്ട്, പക്ഷെ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു, ഇപ്പൊ ശരിയായിട്ടുണ്ട്, ഇനിയിപ്പോ ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട എന്ന് പറയുമ്പോൾ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെന്താ, നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലും ഞങ്ങൾ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ മഹി ചോദിക്കുകയാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? പക്ഷെ നിന്റെ രാവിലത്തെ ആക്ടിംഗ് ഒക്കെ കണ്ടപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമെന്നൊക്കെ കരുതി എന്നിങ്ങനെ മഹാലക്ഷ്മിയോട് ദുർഗ പറയുന്നു. നിങ്ങൾ ആരും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കേണ്ട, നിങ്ങളുടെ കാര്യം നോക്കി നല്ല രീതിക്ക് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ അങ്ങോട്ട് പോവുകയാണ്. പെട്ടെന്നാണ് ഉണ്ണിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുന്നുണ്ട്. ദുർഗ ചോദിക്കുകയാണ്, എന്താടാ, എന്താ കാര്യം എന്ന്. ഫോൺ കെട്ടിയതിനു ശേഷം ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് കാര്യങ്ങൾ പറയുന്നു. കരുണയുമായിട്ട് മുത്തശ്ശനും പ്രതാപനങ്ങളും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അയ്യോ, മോൾക്ക് എന്ത് പറ്റിയെന്ന് ദുർഗ ചോദിക്കുമ്പോൾ അറിയില്ല, അവൾക്ക് വയറുവേദനയും ഛർദിയും സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയായിരുന്നത്രേ. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോട്ടമേ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഉണ്ണിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ പ്രതാപന് കരുണയും മുത്തശ്ശിയും ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ ഉണ്ണിയും അവിടേക്ക് എത്തുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ ആകെ പേടിക്കുകയാണ് കരുണയുടെ ആ അവസ്ഥയൊക്കെ കണ്ടിട്ട്. അങ്ങനെ കരുണയെ വേഗം തന്നെ എമർജൻസി റൂമിലേക്ക് കയറ്റുകയാണ്. പിന്നെ എല്ലാവരും ഒരുപാട് പേടിച്ചു നിൽക്കുന്നുണ്ട്. ഉണ്ണി പറയുകയാണ്, ഇനിയിപ്പോ തിരിച്ചടി നമുക്ക് തന്നെ കിട്ടിയോ? ആ രാക്ഷസി, ആ മഹാലക്ഷ്മി, അവൾ നമ്മളെല്ലാവരും പറയുന്നത് പോലെ ചില്ലറക്കാരിയൊന്നല്ല, അവൾക്ക് എന്തോ ദൈവിക ശക്തി ഉണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ് അച്ഛാ, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുമ്പോൾ എനിക്കും അതെ തിരിച്ചടി കിട്ടിയതായിട്ടാണ് തോന്നുന്നത്, മോളുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ കരയും. അങ്ങനെ അവിടേക്ക് നേഴ്സ് വരുന്നുണ്ട്. എന്തായാലും ഒന്നുകിൽ കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ കരുണയുടെ അവസ്ഥ വളരെ മോശം രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അങ്ങനെ കരുണ ഹോസ്പിറ്റലിലായ കാര്യം മഹാലക്ഷ്മിയും കണ്ണനും അറിയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ബലമായ സംശയം, ഇന്നലെ കഴിച്ച ഫുഡിൽ എന്തെങ്കിലും അവർ ചേർത്ത് കാണുമോ? അമ്മ പറഞ്ഞയച്ചെന്ന് പറഞ്ഞ് വന്ന ആ സിദ്ധൻ കാരണം കൊണ്ടായിരിക്കുമോ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക? കരുണയ്ക്ക് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഉറപ്പായിട്ടും തനിക്ക് എന്തോ അവർ ഇന്നലെ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ താൻ അതിൽ നിന്നും രക്ഷപ്പെട്ടതാണെന്നൊക്കെ മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നുണ്ട്. എന്തായാലും അവളൊരു കുഞ്ഞിന്റെ അമ്മയല്ലേ, അതും ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നൊക്കെ പറയുമ്പോൾ തന്റെ മാനസികാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ആ
നശിച്ച ജന്മങ്ങൾക്ക് ഒരാൾക്ക് പോലും ബുദ്ധിയില്ല, അവരെല്ലാവരും ക്രൂരമായി തന്നെയാണ് ചിന്തിക്കുന്നതെന്നൊക്കെ പറയുന്നു. എന്നാലും നമുക്ക് അവിടം വരെ ഒന്നും പോണ്ടേ, കരുണയുടെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ. അമ്മയൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. ആ പോവാം. അല്ല തനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മഹാലക്ഷ്മിയോട് കണ്ണൻ ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അമ്മ ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് പ്രശ്നമല്ലേ ഹോസ്പിറ്റലിൽ പോണ്ടേ എന്നൊക്കെ. അവരുടെ ഓവർ കെയറിങ് കണ്ടപ്പോൾ തന്നെ ഞാൻ കരുതിയതാണ് എന്തൊക്കെയോ ചതികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, കണ്ണേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് മഹിയാണെങ്കിൽ കണ്ണന്റെ ഭാഗം പിടിക്കുന്നു. എന്തായാലും മേഘനാഥനും വാമദേവനും ഈ വാർത്ത അറിയുന്നുണ്ട്. വാമദേവൻ പറയുകയാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, ഞാൻ പറഞ്ഞത് ആ മഹാലക്ഷ്മിയെ ഇല്ലാതാക്കാൻ എല്ലാവർക്കും തിരിച്ചടി കിട്ടുമെന്ന്. അപ്പോഴൊക്കെ നീ എന്നോട് എന്താ പറഞ്ഞ് അച്ഛനൊന്ന് വായടച്ച് മിണ്ടാതിരിക്കുന്നല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് മേഘനാഥനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വാമദേവൻ. എന്തായാലും ഇനി പെട്ടെന്നൊന്നും അവൾക്കരികിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് വാമദേവനാണെങ്കിൽ മേഘനാഥനെ ഉപദേശിക്കുകയാണ്. ഇനി ആ സാഗറിന്റെ കാര്യം അതും കൂടി തീരുമാനമായ പിന്നെ എല്ലാം കൊണ്ടും നീ നാണം കെട്ടു എന്ന് വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞ് മേഘനാഥനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് വാമദേവൻ. എന്തായാലും ഈ സമയം മാർക്കോയും ലോപ്പസും ആവട്ടെ സാഗറിനെ പുറത്തിറക്കാനായിട്ട് ചതി തെളിയിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അനന്തുവിനെ തന്നെയാണ് അവർ കൂട്ടുപിടിക്കുന്നത്. മഹാലക്ഷ്മി കണ്ണനും സാഗറിന്റെ കാര്യവും അറിയുന്നുണ്ട്. അവരാണെങ്കിൽ സാഗറിനെ സംശയിക്കുന്നുണ്ടെങ്കിലും മാർക്കോ പറയുകയാണ് ഇത് മേഘനാഥന്റെ ചതിയാണ്, അല്ലാതെ സാഗർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ. അങ്ങനെ അനന്തുവാണ് ഈ ഒരു കേസ് വാദിക്കാനായിട്ട് കോടതിയിലേക്ക് വരുന്നത്. എന്തായാലും സാഹചര്യ തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് മാർക്കോയും ലോപ്പസും ചേർന്ന് എല്ലാ തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കോടതിക്ക് മുൻപാകെ കൊടുക്കുകയും സാഗർ പുഷ്പം പോലെ തന്നെ പുറത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മേഘനാഥനും പ്രതാപനും കരുണയ്ക്കും മുത്തശ്ശി എല്ലാവർക്കും തന്നെ കിടിലൻ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട്. ബൈ.